Now, I will explain the topic UMTS. UMTS means Universal Mobile Telecommunication System. ഇപ്പോൾ നമ്മൾ UMTSൻ്റെ സെക്യൂരിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്താണ് UMTS, എന്താണ് അതിൻ്റെ ബേസിക് ആർക്കിടെക്ചർ ഓഫ് UMTS എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് UMTSൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യണേ. സെക്യൂരിറ്റിയുടെ 3 മെയിൻ കൺസെപ്റ്റുകളാണ് ഓതൻറ്റിക്കേഷൻ, എൻക്രിപ്ഷൻ ആൻഡ് ഇൻറ്റിഗ്രിറ്റി. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് എൻഷുർ ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നതിന് മുന്നേ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ട് GSMൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അത് കേട്ട് നോക്കുക. കാരണം GSMൻ്റെ ആർക്കിടെക്ചറും UMTSൻ്റെ ആർക്കിടെക്ചറും ഒരുപോലെ തന്നെയാണ്. UMTS മീൻസ് യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ GSM നമ്മൾ യൂസ് ചെയ്തത് 2G മൊബൈൽസിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ UMTS യൂസ് ചെയ്യുന്നത് 3G മൊബൈൽസിനകത്താണ്. 3G സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് UMTS. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി GSM സ്റ്റാൻഡേർഡ്. GSM സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ, ഇറ്റ് ഈസ് എ മൊബൈൽ സെല്ലുലാർ സിസ്റ്റം ഫോർ 3rd ജനറേഷൻ മൊബൈൽ ഫോൺസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 3rd ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 3G ഫോണുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് UMTS. അപ്പോൾ എന്താണ് എൻഹാൻസ്മെൻറ്റ് ഇൻ UMTS വേഴ്സസ് GSM? GSMനെക്കാളും എന്തൊക്കെ എൻഹാൻസ്മെൻറ്റ് ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ. ഇറ്റ് പ്രൊവൈഡ്സ് മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ. മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓതൻറ്റിക്കേഷൻ. അതായത് ഒരു മൊബൈൽ സിസ്റ്റവും നമ്മുടെ ഹോം നെറ്റ്വർക്കും തമ്മിലുള്ള ഓതൻറ്റിക്കേഷനും നേരെ തിരിച്ച് ഹോം നെറ്റ്വർക്കും മൊബൈൽ സിസ്റ്റവും തമ്മിലുള്ള ഓതൻറ്റിക്കേഷൻ. അപ്പോൾ അത് GSMൻ്റെ കേസിൽ മൊബൈൽ സിസ്റ്റം ഹോം നെറ്റ്വർക്കുമായിട്ടുള്ള ഓതൻറ്റിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ കേസ് ഡേറ്റ ഇൻറ്റഗ്രിറ്റി. അതായത് ഡേറ്റ ഇൻറ്റഗ്രിറ്റി സപ്പോർട്ട് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. ഇൻറ്റഗ്രിറ്റി മീൻസ് ഡേറ്റ മോഡിഫിക്കേഷൻ ഉണ്ടാവരുത്. അപ്പോൾ എന്താണോ സെൻഡർ സെൻഡ് ചെയ്യുന്നത് അത് റിസീവറിൽ കറക്റ്റായിട്ട് എത്തണം. ആ മെസ്സേജിനകത്ത് മോഡിഫിക്കേഷൻ ഉണ്ടാവരുത്. തേർഡ് പോയിൻ്റ് ഈസ് നെറ്റ്വർക്ക് ടു നെറ്റ്വർക്ക് സെക്യൂരിറ്റി. അപ്പോൾ നെറ്റ്വർക്ക് മുതൽ നെറ്റ്വർക്കിലേക്കുള്ള ഒരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും UMTS യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് വൈഡർ സെക്യൂരിറ്റി സ്കോപ്പ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ ലോങ്ങർ കീ ലെങ്ത്. ഇവിടെ കീ ലെങ്ത് ലോങ്ങർ ആണ്. GSMനകത്ത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 64 ബിറ്റാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീ 128 ബിറ്റാണ്. നെക്സ്റ്റ് നമ്മളിനി പറയാൻ പോകുന്ന ആർക്കിടെക്ചർ ഓഫ് UMTSൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആർക്കിടെക്ചറിനകത്ത് എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. GSMൻ്റെ ആർക്കിടെക്ചർ പോലെ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ UMTSൻ്റെ ആർക്കിടെക്ചർ. പിന്നെ അത് മെയിനായിട്ടും ഒരു മൊബൈൽ എക്യുപ്മെൻറ്റും ദെൻ ഹോം നെറ്റ്വർക്ക്. ഹോം നെറ്റ്വർക്ക് മീൻസ് നമ്മൾ ഏത് നെറ്റ്വർക്കുമായിട്ടാണോ നമ്മുടെ മൊബൈൽ ഫോൺ കണക്റ്റഡ് ആയിട്ടുള്ള ആ നെറ്റ്വർക്കാണ് ഹോം നെറ്റ്വർക്ക്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കറൻ്റ്ലി സെർവിങ് നെറ്റ്വർക്ക്. ദാറ്റ് മീൻസ് അതിൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ 3 സിസ്റ്റം ആയിട്ട് നമ്മുടെ ആർക്കിടെക്ചർ ഓഫ് UMTS നമുക്ക് പറയാം. അതിൽ ഫസ്റ്റ് വൺ ഈസ് മൊബൈൽ സ്റ്റേഷൻ അല്ലെങ്കിൽ മൊബൈൽ എക്യുപ്മെൻറ്റ്. അതിനകത്ത് വരുന്ന 2 കാര്യങ്ങൾ, ഒന്ന് സിം തന്നെയാണ്. നെക്സ്റ്റ് ME മീൻസ് മൊബൈൽ എക്യുപ്മെൻറ്റ്. യൂസർ എക്യുപ്മെൻറ്റിൽ വരുന്ന 2 പോർഷൻസാണ് സിം ആൻഡ് മൊബൈൽ എക്യുപ്മെൻറ്റ് ME. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഫങ്ഷൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അതായത് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു. ആ ഫങ്ഷൻസാണ് F1, F2, F3 അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഈ മൊബൈൽ എക്യുപ്മെൻറ്റ് നോഡുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ GSMനകത്ത് ഇതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞ ബേസ് സ്റ്റേഷനുമായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ള. ഇവിടെ നമ്മുടെ നോഡുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ നോഡ്സ് എല്ലാം കൂടെ കണക്റ്റ് ചെയ്തേക്കുന്ന ഒരു RNCയിലേക്കാണ്. RNC മീൻസ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് നോഡ്സ്. മൊബൈൽ എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നോഡ്സ്. ദെൻ ആ നോഡ്സ് എല്ലാം കൂടി RNCയിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. RNC മീൻസ് റേഡിയോ നെറ്റ്വർക്ക് കൺട്രോളാണ്. ഓക്കെ, ദെൻ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ്. അപ്പോൾ നമ്മൾ GSMനകത്ത് ഇവിടെ BTC ബേസ് സ്റ്റേഷൻ കൺട്രോളറിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ RNC ആണ് യൂസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNC കണക്റ്റഡ് ത്രൂ എ MSC മൊബൈൽ സ്റ്റേഷൻ കൺട്രോളർ. ആ MSC ആയിട്ട് കണക്ട് ചെയ്തേക്കുവാണ്. ദെൻ VLR മീൻസ് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ. അപ്പോൾ അത് ആരാണോ, അതായത് അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ GSMൻ്റെ ടോപ്പിക്ക് പറഞ്ഞപ്പോൾ ഓൾറെഡി പറഞ്ഞു പോയേക്കുന്നതാണ്. എന്താണ് VLR, എന്താണ് HLR മീൻസ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. നെക്സ്റ്റ് വൺ ഈസ് AUC മീൻസ് ഓതൻറ്റിക്കേഷൻ കൺട്രോൾ. അപ്പോൾ ഇതെല്ലാം ഓൾറെഡി GSM ടോപ്പിക്കിനകത്ത് എന്താണ് ഫങ്ഷൻസ് പറഞ്ഞേക്കുന്നതാണ്. ദെൻ നമ്മുടെ ഹോം നെറ്റ്വർക്ക് കണ്ടെയ്ൻസ് MSC ഉണ്ട്, HLR ഉണ്ട്, AUC ഉണ്ട്. AUC മീൻസ് ഓതൻറ്റിക്കേഷൻ കൺട്രോൾ. ദെൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും ചേർന്നതാണ് ഒരു ആർക്കിടെക്ചർ ഓഫ് UMTS. ഇത് ബേസിക് ഐഡിയ ആണ്. നമ്മുടെ മെയിൻ പോർഷൻ സെക്യൂരിറ്റി ഇൻ UMTS ആണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ വരുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് സെക്യൂരിറ്റി മെക്കാനിസം ഇൻ UMTS. അപ്പോൾ UMTSൻ്റെ സെക്യൂരിറ്റി മെക്കാനിസത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? മെയിനായിട്ടും പറയുന്ന ഓതൻറ്റിക്കേഷൻ ആണ്. മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നു. മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ മീൻസ് മൊബൈൽ സബ്സ്ക്രൈബറും ദെൻ അതിൻ്റെ നെറ്റ്വർക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നതിനാണ് നമ്മൾ മ്യൂച്വൽ ഓതൻറ്റിക്കേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓതൻറ്റിക്കേഷൻ അവർ പെർഫോം ചെയ്യുന്നു. അത് പെർഫോം ചെയ്യുന്ന രണ്ട് ഓപ്പറേഷൻ വഴിയാണ്. ഫസ്റ്റ് വൺ ഈസ് സബ്സ്ക്രൈബർ ഓതൻറ്റിക്കേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് നെറ്റ്വർക്ക് ഓതൻറ്റിക്കേഷൻ. സബ്സ്ക്രൈബർ ഓതൻറ്റിക്കേഷൻ മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്സ്ക്രൈബർ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ്. നെറ്റ്വർക്ക് ഓതൻറ്റിക്കേഷൻ മീൻസ് ഐഡൻറ്റിറ്റി ഓഫ് ദി നെറ്റ്വർക്ക് ഓതൻറ്റിക്കേറ്റഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഓതൻറ്റിക്കേഷനൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ കീസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പോൾ മെയിനായിട്ടും ഓതൻറ്റിക്കേഷൻ കൺട്രോൾ എന്നുള്ളൊരു ബ്ലോക്കുണ്ട് ഹോം നെറ്റ്വർക്കിനകത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്കിനകത്ത്. അതിൽ നിന്ന് AUC ആണ് നമ്മുടെ ഈ കീ എല്ലാം ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ കുറച്ച് കീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫസ്റ്റ് കീ ഒരു പെർമനൻറ്റ് സീക്രട്ട് കീ ആണ് K എന്നുള്ളത്. അത് സെൻറ്ററിലും റിസീവറിലും രണ്ട് സൈഡിലും നമ്മൾ യൂസ് ചെയ്യുന്ന കീ ആണ് സീക്രട്ട് കീ. ദെൻ ഡിഫറെൻറ്റ് ഓതൻറ്റിക്കേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു. F1, F1 സ്റ്റാർ, F2. ദെൻ നെക്സ്റ്റ് കീ ജനറേറ്റിംഗ് ഫങ്ഷൻസ് ആണ് F3, F4, F5. ദെൻ AUCയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? AUC എന്താണ് പെർഫോം ചെയ്യുന്നത്? AUC മീൻസ് ഓതൻറ്റിക്കേഷൻ കൺട്രോൾ. അതിൻ്റെ ഫങ്ഷൻസ് എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AUC യൂസ് ചെയ്യാം. സെക്കൻഡ് പോയിന്റ് ഈസ് ജനറേറ്റ് ഫ്രഷ് സീക്വൻസ് നമ്പർ ജനറേറ്റ് ചെയ്യാനും നമുക്ക് AUC ഓതൻറ്റിക്കേഷൻ കൺട്രോൾ യൂസ് ചെയ്യാം. ഇതാണ് രണ്ട് മെയിൻ പർപ്പസ്. ഫസ്റ്റ് വൺ ഈസ് റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുക, സെക്കൻഡ് വൺ ഈസ് സീക്വൻസ് നമ്പർ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്ത് മെയിൻ പോർഷനിലേക്ക് കയറുവാണ്. ഫസ്റ്റ് ഓതൻറ്റിക്കേഷൻ, സെക്കൻഡ് വൺ ഈസ് എൻക്രിപ്ഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ എങ്ങനെയാണ് ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്? നമ്മൾ കുറച്ച് ഫങ്ഷൻസിൻ്റെ കാര്യം പറഞ്ഞു. F1, F2, F3 അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസും കീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഓതൻറ്റിക്കേഷൻ പെർഫോം ചെയ്യുന്നത്? ഇതാണ് ഓതൻറ്റിക്കേഷൻ്റെ ഫിഗർ. എങ്ങനെയാണ് ഹോം നെറ്റ്വർക്കിനകത്തും മൊബൈൽ സ്റ്റേഷനകത്തും ഓതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹോം നെറ്റ്വർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഹോം നെറ്റ്വർക്കിനകത്ത് ഒരു ഓതൻറ്റിക്കേഷൻ കൺട്രോളർ ഇരിക്കുവാണ്. AUC പ്ലേസ്ഡ് ഇൻ ഹോം നെറ്റ്വർക്ക്. ആ AUC ജനറേറ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സീക്വൻസ് നമ്പറും രണ്ടാമത്തെ റാൻഡം നമ്പറും. അപ്പോൾ AUC ആണ് ഇവിടെ യൂസ് ചെയ്യുന്ന ഹോം നെറ്റ്വർക്കിനകത്ത്. AUC ഇരിക്കുന്നുണ്ട്. ആ AUC ജനറേറ്റ് ചെയ്യുന്ന രണ്ട് ഫങ്ഷൻസ് ആണ് SQN ആൻഡ് റാൻഡം നമ്പർ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റാൻഡം നമ്പറും കിട്ടി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് SQNും കിട്ടി. നെക്സ്റ്റ് ഓതൻറ്റിക്കേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ ഹോം നെറ്റ്വർക്ക് വി യൂസ് 5 ഫങ്ഷൻസ്. 5 ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു. F1, F2, F3, F4 ആൻഡ് F5. ഇനി അത് ഓരോന്നിൻ്റെയും ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാം. ഓരോ ഫങ്ഷൻസും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് FI ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് AK മീൻസ് അനോണിമിറ്റി കീ ആണ്. അനോണിമിറ്റി കീ ജനറേറ്റ് ചെയ്യാൻ F5 യൂസ് ചെയ്യുന്നു. ഇൻറ്റഗ്രിറ്റി കീ IK മീൻസ് ഇൻറ്റഗ്രിറ്റി കീ ജനറേറ്റ് ചെയ്യാൻ F4 യൂസ് ചെയ്യുന്നു. ദെൻ F3 യൂസ് ചെയ്യുന്ന CK മീൻസ് സൈഫർ കീ ആണ്. സൈഫർ കീ ജനറേറ്റ് ചെയ്യാൻ. ദെൻ F2 യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് റെസ്പോൺസ് ജനറേറ്റ് ചെയ്യാൻ. ദെൻ F1 ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് MAC അഡ്രസ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫങ്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ഫങ്ഷൻ്റെയും ഇൻപുട്ട് എന്താണെന്ന് നോക്കുക. ഇൻപുട്ടായിട്ട് എല്ലാ ഫങ്ഷൻ്റെ കേസിലും റാൻഡം നമ്പറും
കീയുമുണ്ട്. കീ മീൻസ് രണ്ട് പേർക്കും, അതായത് സെൻഡറിനും റിസീവറിനും, സെൻഡർ മീൻസ് ഹോം നെറ്റ്വർക്കിനും റിസീവർ മീൻസ് മൊബൈൽ സ്റ്റേഷനും, രണ്ട് പേർക്കും സെയിം കീ ആണ് കെ. ആ കെ എല്ലാത്തിൻ്റെയും ഒരു ഇൻപുട്ടാണ്. ദെൻ ഈ ജനറേറ്റ് ചെയ്ത റാൻഡം നമ്പർ അടുത്ത ഇൻപുട്ടാണ്. ഓക്കെ, ദെൻ ഈ രണ്ട് ഇൻപുട്ടും കൂടെ F5ലേക്ക് കയറി, F5 എന്നുള്ളൊരു ഫംഗ്ഷനിലേക്ക് കയറിയാൽ അനോണിമിറ്റി കീ ജനറേറ്റ് ചെയ്യും. F4 എന്നുള്ളൊരു ഫംഗ്ഷനിലേക്ക് കയറിയാൽ ഇൻറ്റഗ്രിറ്റി കീ ജനറേറ്റ് ചെയ്യും. F3ലേക്ക് കയറിയാൽ സൈഫർ കീ ജനറേറ്റ് ചെയ്യും. F2ലേക്ക് കയറിയാൽ F2ലേക്ക് കയറിയാൽ റെസ്പോൺസ് എന്നുള്ളൊരു ഔട്ട്പുട്ട് ഉണ്ടാവും. ദെൻ ഇനി F1 മാത്രമാണ് വ്യത്യാസമുള്ളൂ. F1 ഈസ് യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് MAC. F1ൻ്റെ ഇൻപുട്ട് കെയും ഉണ്ട് റാൻഡമും ഉണ്ട്. ദെൻ എക്സ്ട്രാ രണ്ട് ഇൻപുട്ട് കൂടെയുണ്ട്. ഒന്ന് സീക്വൻസ് നമ്പർ, അതായത് ഫ്രഷ്നെസ് ഓഫ് ദി ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒതൻറ്റിക്കേഷൻ മെസ്സേജ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് AMF മീൻസ് ഒതൻറ്റിക്കേഷൻ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയും ഇൻപുട്ട് ഈ F1ലേക്ക് കൊടുത്തു കഴിയുമ്പോഴാണ് MAC ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് F1ൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. ദെൻ ഔട്ട്പുട്ട് ഓഫ് ദി F1 ഈസ് MAC. അപ്പോൾ ഇത്രയും ജനറേറ്റ് ചെയ്തു, ഇത്രയും ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട്, എന്നിട്ട് നമ്മൾ ഒരു ഓതൻറ്റിക്കേഷൻ മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫ്രെയിം ജനറേറ്റ് ചെയ്യുവാണ്. AUTN എന്നാണ് അതിൻ്റെ പേര്. ആ AUTN ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ SQN മീൻസ് ഇവിടെ നിന്ന് കിട്ടുന്ന സീക്വൻസ് നമ്പർ AKയും തമ്മിൽ എക്സോർ ചെയ്യും. SQN XOR AK മീൻസ് അനോണിമിറ്റി കീ. ഇത് രണ്ടും കൂടെ എക്സോർ ചെയ്തിട്ട് ദെൻ AMFും MACയും കൂടെ ജോയിൻ ചെയ്തിട്ട് അയക്കും. SQNും AKയും തമ്മിൽ എക്സോർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ AMFും MACയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഓതൻറ്റിക്കേഷൻ മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ AUTN എന്നുള്ളൊരു മെസ്സേജാണ് മൊബൈൽ സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ദെൻ അതിനോടൊപ്പം ഒരു ഒരു AV എന്നുള്ളൊരു മെസ്സേജും കൂടെ സെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ ആ മെസ്സേജിനകത്ത് വരുന്നത് റാൻഡമും എക്സ് റെസ്പോൺസും CK IK AUTN എല്ലാം കൂടി ആഡ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ കിട്ടിയേക്കുന്ന AUTNും ഈ നമ്മുടെ എല്ലാ ഇൻപുട്ടുകളും, അതായത് റാൻഡം എക്സ് റെസ്പോൺസ് CK IK എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുവാണ്. ആ ഫ്രെയിമിൻ്റെ പേരാണ് AV. ഈ ഫ്രെയിമാണ് മൊബൈൽ സ്റ്റേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സെർവിങ് നെറ്റ്വർക്ക് വഴി AV സെൻഡ് ചെയ്യുവാണ്. ദെൻ അതിനോടൊപ്പം തന്നെ റാൻഡമും AUTNും, റാൻഡം നമ്പർ നമുക്കിനി ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് റാൻഡമും AUTN നമ്മളിവിടെ ജനറേറ്റ് ചെയ്ത്, അപ്പോൾ ഇത് ഇത്രയും കൂടി സെൻഡ് ചെയ്യുവാണ്. ദെൻ മൊബൈൽ സ്റ്റേഷനിൽ അത് റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ റിസീവ് ചെയ്തേക്കുന്നതാണ് ഇവിടെ കാണിച്ചേക്കുന്നത് AUTN. ഇപ്പോൾ AUTNകത്ത് എന്തൊക്കെയുണ്ട്? AUTNൻ്റെ കേസിൽ MAC ഉണ്ട്, AMF ഉണ്ട്, ദെൻ SQNും AKയും തമ്മിൽ എക്സോർ ചെയ്തുണ്ട്. ഇത് നമുക്ക് കിട്ടുന്നത് AUTN സെൻഡ് ചെയ്തപ്പോഴാണ്. ആ AUTN ഇവിടെ വഴി സെർവിങ് നെറ്റ്വർക്ക് വഴി സെൻഡ് ചെയ്തു. അത് മൊബൈൽ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ മൊബൈൽ സ്റ്റേഷനിൽ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടി. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? SQNും AKയും കൂടെ ഒന്നിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. SQN നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ F1 F2 F3 F4 എന്നുള്ള 4 ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ ഉദ്ദേശം ഇവിടെ നിന്ന് വരുന്ന MAC അഡ്രസ്സും ഇവിടെ നമ്മൾ ജനറേറ്റ് ചെയ്ത MAC അഡ്രസ്സും ഈക്വൽ ആണോ എന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഓതൻറ്റിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ SQNും വെരിഫൈ ചെയ്യുക. കാരണം SQN മീൻസ് സീക്വൻസ് നമ്പറാണ്. ഫ്രഷ്നെസ് ഓഫ് ദി, അതായത് വന്നേക്കുന്ന ആ മെസ്സേജിൻ്റെ ഫ്രഷ്നെസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പുതിയ മെസ്സേജ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ MACയും XMACയും തമ്മിൽ വെരിഫൈ ചെയ്യണം. MAC നമുക്ക് ഹോം നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്നതും XMAC നമ്മൾ മൊബൈൽ സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഈ XMAC ജനറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സീക്വൻസ് നമ്പർ ആവശ്യമുണ്ട്. F1ൻ്റെ ഇൻപുട്ടായിട്ട് നമുക്ക് കൊടുക്കുന്നത് അതിലൊരു ഇൻപുട്ട് സീക്വൻസ് നമ്പറാണ്. അപ്പോൾ ഈ സീക്വൻസ് നമ്പർ വന്ന AUTNകത്തുണ്ട്, പക്ഷെ അത് എക്സോർ ചെയ്ത് വെച്ചേക്കുക AKയുമായിട്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് AK കിട്ടണം. AK കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ AK കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം F5 എന്നുള്ളൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ F5ൻ്റെ ഔട്ട്പുട്ട് എന്താണ്? AK ആണ്. അപ്പോൾ F5ൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്? റാൻഡമും കീയും. അപ്പോൾ
അപ്പോൾ കീ നമുക്ക് അറിയാം രണ്ടിടത്തും ഒരു സെയിം കീ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദെൻ റാൻഡം കിട്ടണം. റാൻഡം നമ്മൾ ഇവിടെ നിന്ന് സെൻഡ് ചെയ്യുന്നുണ്ട്. സെർവിങ് നെറ്റ്വർക്ക് വഴി നമ്മൾ റാൻഡം സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റാൻഡം സെൻഡ് ചെയ്യുന്ന ഇതിവിടെ വന്നു. ആ റാൻഡമും ഈ കീയും തമ്മിൽ ഇൻപുട്ടായിട്ട് F5ൻ്റെ കൊടുത്തു കഴിയുമ്പോൾ എന്താ കിട്ടുന്നത്? എക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അതാണ് F5ൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എക്ക് കിട്ടി. ഇതിനെ ആ എക്ക് കിട്ടി കഴിയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ സീക്വൻസ് നമ്പറുമായിട്ട് എക്സോർ ചെയ്താൽ മതി. അപ്പോൾ ഇത് എക്സോർ ചെയ്യുന്നു, സീക്വൻസ് നമ്പറുമായിട്ട് എക്സോർ ചെയ്യുന്നു. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സീക്വൻസ് നമ്പർ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. ദെൻ അത് നമ്മൾ F1ൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. F1ൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. കീയ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കീയ് AMF SQN ദെൻ റാൻഡം നമ്പർ. അപ്പോൾ അത്രയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. AMF. അപ്പോൾ നമുക്ക് ഇവിടുന്ന് AMF ഇവിടുന്ന് AUTNൽ നിന്ന് കിട്ടും, AMF കിട്ടും, റാൻഡം നമ്പർ നമ്മൾ മുകളിൽ നിന്ന് എടുത്തത് കിട്ടി, ദെൻ കീ കിട്ടി, ദെൻ SQN കിട്ടി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു MAC അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഈ MAC അഡ്രസ്സും മറ്റ് പ്രീവിയസ് ആയിട്ട് നമുക്ക് കിട്ടിയ MAC അഡ്രസ്സും, അതായത് ഇവിടെ നിന്ന് വന്ന ഈ MAC അഡ്രസ്സും ഈ MAC അഡ്രസ്സും ഇവിടെ നമുക്ക് കിട്ടിയ MAC അഡ്രസ്സും ഈക്വൽ ആണോ എന്ന് നോക്കണം. അതാണ് ഇവിടെ വെരിഫൈ ചെയ്യുന്നത്. സീക്വൻസ് നമ്പറും വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഓതൻറ്റിക്കേഷനിൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കീ എന്ന് പറയുന്ന 128 ബിറ്റാണ്. അപ്പോൾ ഇത്രയാണ് ഓതൻറ്റിക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന എൻക്രിപ്ഷനാണ്. എൻക്രിപ്ഷൻ മീൻസ് നമുക്കറിയാം ഡേറ്റ കോൺഫിഡൻഷ്യാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എൻക്രിപ്ഷൻ. എൻക്രിപ്ഷൻ മീൻസ് ഡേറ്റ കറക്റ്റായിട്ട്, അതായത് നമ്മൾ എന്ത് ഡേറ്റയാണോ സെൻഡ് ചെയ്യുന്നത് അത് തന്നെ റിസീവറിൽ എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അയക്കുന്നു. അതായത് പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റാക്കി മാറ്റുന്നു. അതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫർ ടെക്സ്റ്റാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. ആ സൈഫർ ടെക്സ്റ്റാക്കി മാറ്റണമെങ്കിൽ നമുക്കൊരു കീ വേണം. അപ്പോൾ ആ കീ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് F8. ദെൻ ഇത് ഡീക്രിപ്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡീക്രിപ്ഷൻ സൈഡിലും വന്ന സൈഫർ ടെക്സ്റ്റിനെ നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു ഒരു കീ. ആ കീ ജനറേറ്റ് ചെയ്യുന്ന F8 ഫംഗ്ഷന് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുക. F8ൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ സൈഫർ കീ കൊടുക്കുക. സൈഫർ കീ നമ്മൾ ഓൾറെഡി മറ്റേ ഓതൻറ്റിക്കേഷൻ്റെ കേസിൽ ജനറേറ്റ് ചെയ്തു സൈഫർ കീ. ദെൻ കൗണ്ട് സി എന്നുള്ളൊരിത്. കൗണ്ട് സി മീൻസ് ചെക്ക് ദി ഫ്രഷ്നെസ് ഓഫ് ദി സീക്വൻസ് നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് സി എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ദെൻ ബെയറർ ഡയറക്ഷൻ ലെങ്ത്ത്. അപ്പോൾ ഇത്രയും ഇൻപുട്ട് കൊടുത്ത് F8 എന്നുള്ളൊരു ഫംഗ്ഷനിലൂടെ കയറ്റി വിടുമ്പോഴാണ് നമുക്കൊരു കീ കിട്ടുന്നത്. ആ കീ യൂസ് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റിനെ എന്താക്കി മാറ്റുന്നു? സൈഫർ ടെക്സ്റ്റാക്കി മാറ്റുന്നു. ഇതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് നമ്മൾ ഡീക്രിപ്ഷൻ സൈഡിൽ നടത്തുന്നു. അപ്പോൾ ഈ സെയിം കീ തന്നെ ഈ എല്ലാ ഇൻപുട്ടും യൂസ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്യുന്നു. ദെൻ സൈഫർ ടെക്സ്റ്റിനെ ആ സെയിം കീ യൂസ് ചെയ്തിട്ട് റിവേഴ്സ് പ്രോസസ്സ് ചെയ്തിട്ട് പ്ലെയിൻ ടെക്സ്റ്റാക്കി മാറ്റുന്നു. അപ്പോൾ ഇതാണ് എൻക്രിപ്ഷൻ ഐഡിയ. നെക്സ്റ്റ് വരുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. നമുക്ക് ഇൻറ്റഗ്രിറ്റി എന്താണെന്നറിയാം. ഇൻറ്റഗ്രിറ്റി മീൻസ് ഡേറ്റ മോഡിഫൈ ചെയ്യരുത്. എന്താണോ സെൻഡർ സെൻഡ് ചെയ്തത് അത് തന്നെ റിസീവറിൽ എത്തിയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വെരിഫിക്കേഷൻ ചെയ്യുവാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന MACയും XMACയും ഈക്വൽ ആണോ എന്ന് നോക്കി. ഇവിടെ MAC മീൻസ് അതിൻ്റെ MAC അഡ്രസ്സിൻ അല്ല, അത് നമ്മൾ ഓതൻറ്റിക്കേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന MAC I എന്നാണ്. I മീൻസ് ഇൻറ്റഗ്രിറ്റിയാണ്, അതായത് ഡേറ്റ മോഡിഫൈ ചെയ്തോ ഇല്ലയോ എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഡേറ്റ സെൻഡ് ചെയ്തത് നോക്കുന്നു, അതും റിസീവ് ചെയ്ത ഡേറ്റയും ഒന്നാണോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പേര് F5 എന്നാണ്. ദെൻ F9 ആണ്. ദെൻ അതിൻ്റെ ഇൻപുട്ടായിട്ട് നമ്മൾ വരുന്നത് ഒന്ന് IK മീൻസ് ഇൻറ്റഗ്രിറ്റി കീ. ദെൻ കൗണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ചെക്ക് ദി ഫ്രഷ്നെസ് ഓഫ് ദി സീക്വൻസ് നമ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ മെസ്സേജ് എന്താണ്? ആ മെസ്സേജ് ഡയറക്ഷൻ, ദെൻ ഫ്രഷ്നെസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് F9ൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. ദെൻ ആ F9ൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് സെൻറ്ററിൽ MACIയും റിസീവറിൽ XMAC എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈക്വൽ ആണോ നോക്കുന്നു. ഈക്വൽ ആണെങ്കിൽ അവിടെ ഡേറ്റ മോഡിഫിക്കേഷൻസ് നടന്നിട്ടില്ല എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ ഇൻറ്റഗ്രിറ്റി കീയും നമ്മൾ സൈസ് 128 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇൻറ്റഗ്രിറ്റി കീക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കൗണ്ട് ഫ്രഷ് എന്നൊക്കെ പറയുന്ന കീയുടെ സൈസ് 32 ബിറ്റാണ്. അപ്പോൾ അത് ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ബിറ്റുകളാണ്. കൗണ്ട് ആൻഡ് ഫ്രഷ് പ്രൊട്ടക്ഷൻ മെക്കാനിസം എൻഷുർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഐഡൻറ്റിഫയർ എന്നുള്ള ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് റിഫ്ലക്ഷൻ അറ്റാക്കിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്.
നമ്മൾ ഡയറക്ഷൻ ഐഡൻറ്റിഫയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇത് മൂന്നുമാണ് മെയിനായിട്ടും UMTS എന്നുള്ള ടോപ്പിക്കിൽ വരുന്ന സെക്യൂരിറ്റി മെക്കാനിസം. ഫസ്റ്റ് ഓതൻറ്റിക്കേഷൻ എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത്, സെക്കൻഡ് എൻക്രിപ്ഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആൻഡ് തേർഡ് വൺ ഈസ് ഇൻറ്റഗ്രിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.